നമസ്കാരം. ഇന്ന് നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും യാതൊരു ചെലവുമില്ലാതെ, ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, മുതൽ മുടക്കില്ലാതെ ലക്ഷങ്ങളും കോടികളും കൊയ്യാൻ പറ്റുന്ന ഒരേ ഒരു സംരംഭമേ അല്ലെങ്കിൽ ഒരേ ഒരു സംഭവമേ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ. അത് മതം, ജാതി, സമുദായം, ആത്മീയത, ഇങ്ങനെ പല പേരുകളിൽ പറയുന്ന വിശ്വാസം. ആ ഒരു സംഭവമാണ്. അതിൽ നമ്മൾ യാതൊരു ഇൻവെസ്റ്റ്മെന്റും വേണ്ട. നമുക്ക് ലക്ഷാധിപതിയും കോടികളും ഉള്ള ഒരു കോടീശ്വരനും ഒക്കെ നമുക്ക് ആകാൻ പറ്റും. അതാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു അവസ്ഥ. ഞാനിത് പറഞ്ഞു വരുന്നതിന്റെ കാര്യം, നിങ്ങൾ ഈ വീഡിയോയുടെ തമ്പനയിൽ കണ്ട പോലെ തന്നെ തൊപ്പിയമ്മ, തിരുവണ്ണാമലയിലുള്ള തൊപ്പിയമ്മയെ കുറിച്ചാണ് ഇന്ന് എനിക്ക് പറയുവാനുള്ളത്. നിങ്ങൾ കുറച്ചു പേരെങ്കിലും ഈ തൊപ്പിയമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീയെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. മനോനിലയിൽ വളരെയധികം മനോനില നഷ്ടപ്പെട്ട, മാനസികമായിട്ടുള്ള രോഗം ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്ത്രീയാണ് അവര്. ഇവരെ ഒരു ആൾദൈവമായി ചിത്രീകരിച്ചിരിക്കുകയാണ് അവിടെയുള്ള ചില ആളുകൾ. അതിന് അവർക്ക് ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കാം, അവരുടെ മനസ്സിൽ ചില കാൽക്കുലേഷൻസും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെങ്കിൽ ആരാണ് തൊപ്പിയമ്മ? എങ്ങനെയാണ് തൊപ്പിയമ്മ ഉണ്ടായത്? ഇവർ എവിടെ നിന്ന് വന്നു? ഇത്തരം കാര്യങ്ങളെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യണം. തൊപ്പിയമ്മ എന്ന് പറയുന്ന ആളുടെ യഥാർത്ഥ പേര് പളനിയമ്മ എന്നാണ്. ഇവരുടെ മകൾ എന്നും ഇവരുടെ കുടുംബം എന്നും അവകാശപ്പെട്ടുകൊണ്ട് ഒരു കുടുംബം മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് പളനിയമ്മയുടെ അല്ലെങ്കിൽ തൊപ്പിയമ്മയുടെ മകളാണ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പക്ഷെങ്കിൽ തൊപ്പിയമ്മയുടെ ഫാൻസ് ഇവരെ അംഗീകരിക്കുന്നു ഇല്ല. നമ്മൾ തൊപ്പിയമ്മയുടെ കുറച്ച് കാര്യങ്ങളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം, എന്നിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് സംസാരിക്കാം. തിരുവണ്ണാമലയിൽ ഒരു വയോധികയായിട്ടുള്ള, മനോനിലയിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീ, അവര് ഈ നഗരത്തിൽ കൂടെയൊക്കെ അങ്ങ് നടന്നു പോവുകയാണ്. ഭയങ്കര വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിൽ കൂടി, അല്ലെങ്കിൽ അവര് കുളിക്കാതെയും നനയ്ക്കാതെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതെ മുഷിഞ്ഞ വസ്ത്രവും ഉപയോഗിച്ചുകൊണ്ട്, മുഷിഞ്ഞ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ മാറ്റി ഉടുക്കത്തില്ല, അത്തരത്തിലുള്ള ഒരു ആളാണ് ഈ പറഞ്ഞ തൊപ്പിയമ്മ. ഇവരെ എങ്ങനെയാണ് ആൾദൈവമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെ ഈ മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇവരുടെ അല്ലെങ്കിൽ ഇവർ വരുന്ന വഴിക്ക് ആരെങ്കിലുമൊക്കെ ഇവർക്ക് കുടിക്കാനും കഴിക്കാനും ഒക്കെ ആഹാരമൊക്കെ കൊടുക്കും. അപ്പൊ ഈ കുടിച്ചതിന് കഴിച്ചതിന് ബാക്കി വന്ന ഭാഗങ്ങളൊക്കെ അല്ലെങ്കിൽ കുടിക്കുന്ന വഴിയും അവർ ദേഹത്തോട് ഇങ്ങനെ ഒഴുകി ദേഹം മുഴുവനും ഭയങ്കര മോശമായിട്ടാണ് ഇരിക്കുന്നത്. കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ അത് ഇത് മുഖത്തോടൊക്കെ ഒഴുകി ദേഹം, ഡ്രസ്സിൽ മുഴുവനും കാപ്പിയുമായി വളരെ മോശമായിട്ടാണ് ആ ഒരു സ്ത്രീയുടെ ജീവിത ശൈലികളൊക്കെ. എവിടെയെങ്കിലും വഴിയിലൊക്കെ കിടന്നുറങ്ങും, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലപ്പറമ്പിലോ അമ്പലനടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കടത്തിണ്ണയിലോ മറ്റൊക്കെയാണ് ഇവരുടെ ഉറക്കവും കാര്യങ്ങളും ഒക്കെ. ഇവര് എവിടെ എന്തെടുക്കുകയാണ് എന്ന് നോക്കിക്കൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഇവരുടെ പുറകെ നടക്കുകയാണ്. ഇവരെ ആൾദൈവമാണ്, ഇവര് അഘോരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇവരുടെ പുറകെ നടന്നുകൊണ്ട് ഇവര് കഴിച്ചതിന്റെയും കുടിച്ചതിന്റെയും ഒക്കെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് കാപ്പി കുടിച്ചിട്ട് ആ ഗ്ലാസ് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്ലാസ് എടുത്ത് അതിനകത്ത് മിച്ചം വന്ന കാപ്പി അവര് കയ്യിൽ ഇങ്ങനെ ഒഴിച്ച് കുടിക്കുകയും, അവർ കഴിച്ചിട്ട് കളയുന്ന ഭക്ഷ്യ വസ്തുക്കളൊക്കെയും അത് പോയി പെറുക്കി നിലത്തുനിന്ന് പോയി എടുത്ത് കഴിക്കുകയും, അതൊക്കെ ഒരു പ്രസാദമായിട്ടാണ് ഇവർ കരുതുന്നത്. കുളിക്കത്തില്ല, പല്ല് തേക്കത്തില്ല, തുണി അലക്കത്തില്ല. കാരണം അവരെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല കേട്ടോ. അവർക്ക് മാനസികപരമായിട്ടുള്ള രോഗമുള്ളതിനാൽ അവർക്ക് അതിന് സാധിക്കത്തില്ല. പക്ഷെങ്കിൽ ഇവരെ ഒന്ന് ചികിത്സിക്കാൻ കൊണ്ടുപോകാനോ ഇവരെ രോഗം മാറ്റുന്നതിന് വേണ്ടിയിട്ടോ അല്ല ഇവരെ ഒന്ന് വൃത്തിയായ രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും അതിനൊന്നും വേണ്ടി ആരും ശ്രമിക്കത്തില്ല. കാരണം തൊപ്പിയമ്മയാണല്ലോ. ഇവര് ഈ പുറകെ നടക്കുന്ന ചില ആളുകളുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഈ അമ്മ അല്ലെങ്കിൽ ഈ തൊപ്പിയമ്മ അല്ലെങ്കിൽ പളനിയമ്മ എന്ന് പറയുന്ന ആള് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ തയ്യാറായാൽ അവർക്ക് വേണ്ടി ഒരു അമ്പലം കെട്ടിക്കൊടുക്കാം, അവർക്ക് വേണ്ടി അവർക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യം മുഴുവൻ ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവർക്ക് മാനസികപരമായിട്ട് ഒരു ഒരു സ്ഥിരത ഇല്ലാത്തതിനാൽ ഇവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇറങ്ങി നടക്കുകയാണ്, റോഡിൽ കൂടി നടക്കുകയാണ്. അപ്പം അങ്ങനെ ഈ തൊപ്പിയമ്മയുടെ കാര്യങ്ങൾ വരുന്നു. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീയെ എവിടെയെങ്കിലും ഒന്ന് ഇരുത്തി ഒരു ദേവതയായിട്ട്, ഒരു അമ്മയായിട്ട് ഇവരെ കുടിയിരുത്തി അവിടെ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അത് അടിച്ചു മാറ്റുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം, അല്ലാണ്ട് മറ്റൊന്നും തന്നെയല്ല.
പിന്നെ ഇവരെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ വഴി വൈറലായതിനു ശേഷം ഇവരുടെ കുടുംബമാണ് എന്നും പറഞ്ഞ് ഒരു മകളും അവരുടെ ഭർത്താവും ഇവരുടെ അമ്മയാണ് എന്ന് പറയുന്ന ഒരു സ്ത്രീയും ഈ മകളുടെ മകളും ഒക്കെ കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. ഇവര് പറയുന്നത് ഇവരുടെ അമ്മ പളനിയമ്മയാണ്. ഇവരുടെ പഴയ ഈ തൊപ്പിയമ്മയുടെ പഴയ ഒരു ഫോട്ടോയും ഒക്കെ ഇവരുടെ കൈവശമുണ്ട്. ഇവരുടെ കുടുംബത്തിന്റെ കാര്യങ്ങളും ഒക്കെ പുറത്തെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവര് പറയുന്നത് ഇത് ഇവരുടെ അമ്മയാണ് എന്നാണ് പറയുന്നത്. അപ്പം ഈ മറുവശത്തുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് അന്വേഷിക്കാതിരുന്നത്, പോലീസിൽ പരാതി കൊടുക്കാതിരുന്നത്? അപ്പം ഇനി ഉത്തരമായിട്ട് ഇവർ പറയുന്നത് 12 വർഷം മുൻപ് നഷ്ടപ്പെട്ടു പോയതാണ് ഈ ആളെ, അല്ലെങ്കിൽ ഇവരുടെ അമ്മയെ. അന്ന് ഇവർ ചെറുപ്പമായിരുന്നു. ഇവരുടെ ഫാദർ മരിച്ചുപോയി, വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അതായത് തൊപ്പി അമ്മയുടെ ഭർത്താവ്. ഇവര് മക്കളൊക്കെ ചെറുതായിരുന്ന പ്രായത്തിൽ തന്നെ മരിച്ചു പോകണം. ഇവർ ഒറ്റയ്ക്കാണ് താമസിച്ചത് അല്ലെങ്കിൽ ജീവിച്ചത്. ഒറ്റയ്ക്ക് ഇവര് എന്നും ഡെയിലി ജോലിക്കൊക്കെ പോയി അങ്ങനെ ജീവിക്കുന്ന ഒരു സാധാരണപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇവരുടെ സഹോദരൻ മരണപ്പെട്ടു പോയി. ഇവരുടെ സഹോദരൻ മരണപ്പെട്ടു പോയത് ഇവർക്ക് വളരെ അധികം ഒരു ഷോക്കായി. ആ ഒരു ഷോക്കിൽ നിന്ന് അവർക്ക് തിരിച്ചു വരാൻ സാധിക്കാതെ വന്നു. 2 വർഷത്തോളം പിന്നെ ഇവരെ ജോലിക്കൊന്നും പോയില്ല. അങ്ങനെ ഇരിക്കെ ഇവർക്ക് വീണ്ടും അതിൻ്റെതായിട്ടുള്ള ടെൻഷനും അല്ലെങ്കിൽ സങ്കടവും ഒക്കെ ഒരു പ്രഷർ ഒക്കെ ആയി ഇവർ പിന്നെ നേരെ ഇവരുടെ അമ്മ താമസിക്കുന്ന ബാംഗ്ലൂരിലേക്ക് പോയി. അവിടെ നിന്നാണ് ഈ തിരുനെൽവേലിയിൽ എത്തിയത് എന്നാണ് ഈ മകളുടെ കുടുംബവും പറയുന്നത്. ഇവരുടെ അമ്മ താമസിക്കുന്ന ബാംഗ്ലൂർ പോയി, കുറെ കാലം അവിടെയായിരുന്നു. അവിടുന്ന് പിന്നെ എങ്ങനെയോ നഷ്ടപ്പെട്ടു. പിന്നെ ഈ തൊപ്പിയമ്മയുടെ അമ്മ തിരിച്ച് മകളുടെ ഒപ്പം, അതായത് തൊപ്പിയമ്മയുടെ മകളുടെ ഒപ്പം വന്നു താമസിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇവരുടെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ. ഇവര് ഈ തൊപ്പിയമ്മയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ തന്നെ അവിടെ തടയാനായിട്ട് വളരെയധികം ആളുകൾ വന്നിരിക്കുകയാണ്. അതെന്തിനാണെന്ന് നമുക്ക് അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് ഇത് ചിന്തിച്ചാൽ അറിയാം. തൊപ്പിയമ്മ അവിടെ തന്നെ ഈ ആള് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ഒരു അമ്പലം ഉറപ്പായിട്ടും വരും. അല്ലെങ്കിൽ ഞാൻ എന്റെ ഈ വാക്കുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. തൊപ്പിയമ്മ എന്ന് പറയുന്ന ആൾ മരണപ്പെട്ടാൽ അവിടെ ഉറപ്പായും അമ്പലം ഉണ്ടാവും. ആ അമ്പലത്തിന് അതൊരു ട്രസ്റ്റിന്റെ കീഴിൽ ഉണ്ടാവും. അവിടെ വരുന്ന സാമ്പത്തികം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടും തൊപ്പിയമ്മയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഈ മറ്റ് മതാചാര പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒരുപാട് ആളുകൾ മുന്നോട്ട് കടന്നു വരും. കാരണം നമ്മുടെ രാജ്യത്ത് ഈ വിശ്വാസം എന്ന് പറയുന്ന സാധനം വിറ്റാൽ കോടികളാണ് അതിന് വില വരുന്നത്. ഇനിയിപ്പോ അവിടെ പോയി തൊപ്പിയമ്മയെ തിരിച്ചു കൊണ്ടുവരാനൊന്നും ഈ മകളെ കൊണ്ട് സാധിക്കത്തില്ല. തൊപ്പിയമ്മയ്ക്ക് മകളെക്കാട്ടിലും ഉപരി അധികാരപ്പെടുന്ന ആളുകളൊക്കെ ആയിട്ട് രംഗത്ത് വന്നിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരൊന്നും ഇതിനെ സമ്മതിക്കത്തില്ല. തൊപ്പിയമ്മയുടെ മകള് പറഞ്ഞത്, കുറച്ച് ആളുകൾ ഇവരുടെ വീട്ടിൽ വന്നിരുന്നു. ഇവരെ എഴുതി കൊടുക്കണം, ഒരു അമ്പലം തൊപ്പിയമ്മയുടെ പേരിൽ അമ്പലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുതി കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വന്നത്. അപ്പൊ ഇവര് പറഞ്ഞാൽ അത് നടക്കത്തില്ല, ഞങ്ങൾക്ക് അത് താല്പര്യമില്ല. അത് മാത്രമേ ഞങ്ങളുടെ കുടുംബത്തിലെ മറ്റാളുകളോടൊക്കെ ഒന്ന് ആലോചിക്കാതെ ഒരിക്കലും എനിക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് എന്നെ സഹായിച്ച എന്റെ ബന്ധുക്കൾ എന്നൊക്കെ ഉണ്ട്, അവരോട് ആലോചിക്കാനും പറയാൻ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഇവർക്ക് ഉള്ള അടുത്തായിട്ട് ഇവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാ മാസവും കുറച്ച് പൈസ തരാം, നിങ്ങളുടെ കുട്ടിയുടെ മുഴുവൻ പഠന ചെലവും ഞങ്ങൾ നോക്കിക്കൊള്ളാം, അല്ലെങ്കിൽ ഞങ്ങൾ വഹിച്ചു കൊള്ളാം. നിങ്ങൾ തൊപ്പിയമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു അമ്പലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് മകളെന്ന നിലയ്ക്ക് നിങ്ങളൊരു സമ്മതപത്രം ഞങ്ങൾക്ക് തന്നാൽ മാത്രം മതി എന്നാണ് ഈ വന്ന ആളുകൾ പറഞ്ഞത്. അപ്പം അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് തൊപ്പിയമ്മയുടെ മകൾ അല്ലെങ്കിൽ മകളുടെ കുടുംബം അത് സമ്മതിച്ചില്ല. അപ്പൊ അങ്ങനെ വന്നതുകൊണ്ട് അങ്ങനെ ഒരു സംരംഭം തുടങ്ങിയില്ല. ഈ തൊപ്പിയമ്മയുടെ പേരിൽ ഈ പറഞ്ഞ അമ്പലം തുടങ്ങിയില്ല. അല്ലായിരുന്നെങ്കിൽ അതും തുടങ്ങിയാൽ പിന്നെ അതൊരു വലിയൊരു അതിന് പറയുന്നത് വലിയൊരു രീതിയിലുള്ള ഒരു സംരംഭമായിട്ടും സംവിധാനമൊക്കെ ആയി മാറിയേനെ. അങ്ങനെ സംഭവം ഉണ്ടായില്ല ഏതായാലും. അപ്പൊ തൊപ്പിയമ്മ എന്ന് പറയുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുപോയി ചികിത്സിക്കണം. ഇവരെ നല്ലൊരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഇവർക്ക് കൃത്യമായ ചികിത്സ നൽകണം. ഇവർക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കണം. ഇവരുടെ ശരീരം നല്ല വൃത്തിയായി സൂക്ഷിച്ച് ഇവരെ ഒരു മനുഷ്യസ്ത്രീയാക്കി കൊണ്ട് നടക്കുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത്. ഇതൊന്നും ചെയ്യാതെ ഇവരുടെ ആരോഗ്യം വളരെ മോശമായി. ഓരോ ദിവസം ചെല്ലും തോറും ഇവരുടെ ആരോഗ്യം മോശമായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറേയധികം ദിവസങ്ങൾ കഴിയും തോറും ഇവരുടെ ആയുസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കുറച്ചു നാൾ കഴിയുമ്പോഴത്തേന് ഇവർ ഉറപ്പായിട്ടും ഒരു മനുഷ്യനല്ലേ, മരണം സംഭവിക്കാം. എനിക്കാണെങ്കിലും മറ്റാർക്കാണെങ്കിലും അതൊക്കെ സംഭവിക്കാം. ആരും ലോകാവസാനം വരെ ജീവിച്ചിരിക്കുന്ന ആളുകളൊന്നുമല്ല. പക്ഷെങ്കിൽ ഈ തൊപ്പിയമ്മയ്ക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അവിടെ ഒരു അമ്പലം വരും എന്ന കാര്യത്തിൽ നിസ്സംശയം പറയാൻ കഴിയും.
ആ അമ്പലത്തിനെ കേന്ദ്രീകരിച്ചിട്ട് മറ്റ് പല കാര്യങ്ങളും അവിടെ നടക്കും. അത് എന്താണ് ഇതൊന്നും ഈ തൊപ്പിയമ്മ എന്ന് പറയുന്ന പളനിയമ്മൾക്ക് അറിയത്തില്ല. ഇവരുടെ യാതൊരു സമ്മതപ്രകാരവും അല്ല, അല്ലെങ്കിൽ ഇവരുടെ യാതൊരു അറിവോടുകൂടി അല്ല ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. കാരണം ഇവർക്ക് മാനസികപരമായിട്ടുള്ള രോഗമാണ്, സ്ഥിരയില്ലായ്മ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇവർക്ക് അറിയുന്നത്. പക്ഷെ ഇവരെ ഒരു ആൾ ദൈവമായി, ഭയങ്കര കഴിവുള്ള അല്ലെങ്കിൽ ഒരു സിദ്ധിയുള്ള ഒരു ആളായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചില തൽപര കക്ഷികൾ. നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെയും ഭയക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു വ്യക്തി അയാൾ പോലും അറിയാതെ ഒരു ദൈവമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു അവസ്ഥയാണല്ലേ! മറ്റുള്ള ആളുകൾ കണ്ടു ഇതിനൊക്കെ പുച്ഛിക്കും. കാര്യം ഒരു യാതൊരു വൃത്തിയും ഇല്ലാതെ നടക്കുന്ന ഒരു സ്ത്രീ അവരെ കുടിച്ചതിന്റെ വേസ്റ്റ് അതെടുത്ത് കുടിക്കുക, അതെടുത്ത് കഴിക്കുക, അത് പ്രസാദമായിട്ട് ഈ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രസാദം. അതുപോലെയാണ് ഇവർ ഈ തൊപ്പിയമ്മ കഴിച്ചതിന്റെ വേസ്റ്റ്, കുടിച്ചതിന്റെ വേസ്റ്റ്, അവർ കുടിച്ചിട്ട് കളഞ്ഞ കാപ്പിക്കകത്തുനിന്ന് മിച്ചം വരുന്നത് കണ്ടു കഴിഞ്ഞാൽ എത്തുമ്പോഴേ ഛർദ്ദിക്കാൻ വന്നു പോകും. സാധാരണ ഒരാൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായി പോകും. ഇത് കണ്ടാൽ ഛർദ്ദിക്കാൻ ഉറപ്പായിട്ട് വന്നു പോകും. എനിക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായി. എന്നിട്ട് അതിനകത്ത് കുടിക്കുന്ന ആളുകളുടെ ഒരു മനോനിലയൊക്കെ എന്തുമാത്രം ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നമ്മുടെ നാടിന്റെ അവസ്ഥ വളരെ മോശമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടൊന്നും യാതൊരു കാര്യവും ഇല്ല. നമ്മുടെ നാട്ടിൽ മതത്തിനും ജാതിക്കും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾക്കൊക്കെയാണ് പ്രാധാന്യമുള്ളത്. നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയുക, നമ്മുടെ ഈ നാട്ടിലെ ഈ രീതികൾക്കൊക്കെ മാറ്റം വരണം. അല്ലെങ്കിൽ ഒരു മാനസിക രോഗമുള്ള ഒരാളെ കൊണ്ടുവന്ന് അവരുടെ പുറകെ നടന്നുകൊണ്ട് അവരെ ദൈവമാക്കി മാറ്റുക, അവരെ ഒന്ന് ചികിത്സിക്കാൻ കൊണ്ടുപോകാൻ തയ്യാറാകാതിരിക്കുക, അവർക്ക് വൃത്തിയുള്ള ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാതിരിക്കുക, ഇതൊക്കെ കൃത്യമായിട്ടുള്ള ചില അജണ്ടകളുടെ ഭാഗമാണ്. ഇതൊന്നും നമ്മൾ തിരിച്ചറിയാതിരിക്കരുത്. ഇത് അവിടെ നടന്ന കാര്യം ചിലപ്പോൾ നാളെ കേരളത്തിൽ നടക്കാം. കേരളം ഇപ്പം ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള രീതികൾക്ക് ഒട്ടും കുറവല്ല, ഒട്ടും പിന്നോട്ടുമല്ല. ചില അതിനെക്കുറിച്ച് കൂടുതലായി വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്റെ തലയിൽ അല്ലെങ്കിൽ എന്റെ നെഞ്ചത്തോട്ടായിരിക്കും ഈ പടക്കല്ലകളൊന്ന് പൊട്ടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഞാൻ പോകുന്നില്ല. എന്താണെങ്കിലും ഈ പാവ സ്ത്രീയോട് ഈ ക്രൂരത കാണിക്കരുതേ. ഇവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇടപെടാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണം. അവരെ അവരുടെ കുടുംബത്തിന് തിരിച്ചു നൽകണം. പളനിയമ്മ എന്ന ആ ഒരു സ്ത്രീയെ അവരുടെ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുപോയി ചികിത്സിച്ച് അവരെ കൃത്യമായിട്ടുള്ള ആരോഗ്യ പരിപാലനം നടത്തി അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് മരിക്കുന്നതിന് മുമ്പ് നല്ലൊരു ജീവിതം അവർക്കൊന്ന് കണ്ടിട്ട് മരിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്ന ഒരേ ഒരു അപേക്ഷയോടുകൂടി വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.